ആയില്യ പൂജ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് പോയിട്ട് സ്വാമിയോട് സംസാരിക്കും. ആയില്യ പൂജ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വന്നിട്ട് ഞാനിപ്പോൾ സ്വാമിയോടും സംസാരിക്കാൻ പറയാം. ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞുണ്ണി നമുക്ക് ഈ റോട്ടിൽ നിന്ന് ഇപ്പുറത്ത് സ്വയംഭൂവായി തിരിച്ചും ഇവിടെ പൊന്തിയ സ്ഥലമാണിത്. ചെറിയ 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 കുറ്റികൾ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. ആ സാർ എല്ലാ മാസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു 10-12 കൊല്ലത്തോളമായി. നന്നായി നടത്തുന്നുണ്ട്. എല്ലാവരും നല്ല ഒത്തൊരുമയുണ്ട്, നല്ല യോജിപ്പുണ്ട്, നല്ല ഭക്തിയുണ്ട്. എല്ലാവരും എല്ലാ മാസവും വരുന്നുണ്ട്. ചിലവർക്ക് വരാൻ പറ്റില്ല, ചില സാഹചര്യം അവർ തൊഴിൽ നോക്കണമല്ലോ, അതുകൊണ്ടാണ്. നമ്മുടെ ഇപ്പോൾ എന്താ വിഷയം ചോദിച്ചാൽ 400 മെയിനാണ്. പാൽപ്പായസം വെച്ച് പൂജ കഴിക്കുക. 400 വളരെ വിശേഷമാണ്, അത് മുടക്കാനേ പാടില്ല. പിന്നെ മാല, ഇളനീര്, നാളികേരം, പിന്നെ നമ്മൾ അരി നാളികേരമൊക്കെ വെക്കുന്നുണ്ട്, അത് വേറെ കാര്യം. മെയിനായിട്ട് പാൽപ്പായസവും 400 ഭഗവാൻ നാഗർക്ക്. ഇദ്ദേഹത്തിന് വളരെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ആയില്യം നക്ഷത്രം ചെയ്യുക. ആരെങ്കിലും സ്പെഷ്യലായി ചെയ്യണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യാം. വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം, വളരെ വിശേഷം. മെയിനായി ഇവിടെ സ്വാമി ഇവിടെ വന്ന് ഇതുവരെയും പ്രാർത്ഥന ചെയ്തിട്ട് എന്ത് കാര്യം നടന്നിട്ടുണ്ട്? എന്താ നമ്മൾ ഈ സ്വാമിനെ പറ്റി പറഞ്ഞു? നേർച്ച പലവർക്ക് അതായത് സന്താന ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയാതിരിക്കുന്നവർക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഭർത്താക്കന്മാരെ വഴിമാറിപ്പോയവരൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ഇയാൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അനുഭവമാണ്, അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞു തന്നല്ല. എൻ്റെ അനുഭവം, ഈ 12 കൊല്ലത്തെ അനുഭവമാണ് പറഞ്ഞത്. അങ്ങനെ പല കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കും. നല്ല കാര്യം അയാൾ ചെയ്യുന്നു. ശരി, ഓക്കെ. അത് ചോദിക്കാൻ വേണ്ടിയാണ്. വളരെ സന്തോഷം. വളരെ സന്തോഷം. എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണം. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ വരും, വിളക്ക് വെക്കും, ദൈവമേ പറയും, നമ്മൾ പോയി തീർക്കും. അനുഭവം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നേർന്ന് അവർ ആ കാര്യം സാധിച്ചും കൊടുക്കും. അത്രയോ നമുക്കാകുന്നത്. അങ്ങനെയല്ലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇതുവരെയ്ക്ക് ആരെങ്കിലും വന്ന് ഇവിടെ ഈ ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് ഞങ്ങളുടെ കാര്യം നിറവേറി? എന്നോട് പറഞ്ഞിട്ടില്ല, അമ്മനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. നമസ്കാരം. നമ്മുടെ അമ്പലം നാഗദേവതയാണ്. അതായത് അനന്തപത്മനാഭ സ്വാമികൾ എന്നാണ് നമ്മൾ നേരത്തെ പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ സർപ്പക്കാവായതുകൊണ്ട് നമ്മുടെ പ്രദേശത്തിലെ പ്രകൃതി ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഈ പ്രദേശവാസികൾക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നത് തന്നെ ഈ ഒരു അമ്പലം വന്ന ശേഷമാണ്. കാരണം പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 20-22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോൾ നോക്കിയാലും ഈ റോട്ടിൽ കൂടെ നടക്കാൻ സാധിക്കില്ല. എന്നും അഴിഞ്ഞ് നടക്കുന്ന ജന്തുക്കളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അതായത് സർപ്പങ്ങളുടെ വിളയാട്ടും അതുപോലെ തന്നെ ചേരപ്പാമ്പുകളും എല്ലാതരം പാമ്പുകളും നമ്മുടെ ഈ റോട്ടിലൊക്കെ ഫുള്ളായിട്ട് കളിച്ച് നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൂടെ നമുക്കത് നടക്കാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു. ഇത് സ്വയംഭൂവായി വന്നൊരു പുറ്റുകൂടിയാണ്. നമ്മളിത് ക്ഷേത്രമായിട്ട് ഇപ്പോൾ 12 വർഷമായിട്ടുള്ളൂ. ഇതിന് തൊട്ട് മുൻപ് ഇതിൻ്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് ഒരു സ്വയംഭൂവായൊരു പുറ്റുണ്ടായിരുന്നു. ആ പുറ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 23ാമത്തെ വർഷമാണിത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അതിനുശേഷം ആ അമ്പലത്തിൽ നിന്ന് അവിടെ റോഡ് വികസനത്തിൻ്റെ കാര്യമായിട്ട് അവിടെ നിന്നൊരു മാറ്റം വന്നിരുന്നു. ആ മാറ്റത്തിൻ്റെ അധിഷ്ഠിതമായിട്ടാണ് നമുക്കിവിടെ ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രമായി തന്നെ നമ്മൾ പണിക്കരുമായി വെച്ചിട്ടൊക്കെ പ്രശ്നം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ശുഭമായി വരും എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ക്ഷേത്രം പണിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറ്റ് സ്വമേധയ സ്വയംഭൂവായി തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും, അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറകെ എല്ലാം നമ്മുടെ ദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വലിയ രീതിയിലുള്ള മാരക രോഗങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ അത്യാവശ്യം ദാരിദ്ര്യം അനുഭവിക്കാത്ത കുടുംബങ്ങളാണ് ഇപ്പോൾ ഒട്ടുമിക്ക നമ്മുടെ ഈ ഭാഗത്തുള്ളത്. ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു. പിന്നെ പ്രാർത്ഥനകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ചേച്ചിമാർക്ക് കല്യാണം മാലയോഗങ്ങൾ തീരെ നടക്കാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരുപാട് വനിതകൾക്ക് നമ്മുടെ ഇവിടുന്ന് ഒരു പ്രാർത്ഥന വെച്ചുകൊണ്ട് തന്നെയാണ് കല്യാണം നടന്നിട്ടുള്ളത്. അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ നടന്നിട്ടുള്ളതും ഒരു പ്രാർത്ഥന വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ വിശേഷാലാണ്. ആയില്യ പൂജയ്ക്ക് വരാൻ സാധിക്കുന്ന ആൾക്കാർക്ക് വരാം. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്.
അതിൽ നമുക്ക് വേണ്ട വഴിപാടുകളുടെ വിവരങ്ങൾ തരികയാണെങ്കിൽ, പേര് നക്ഷത്രം തരികയാണെങ്കിൽ കൃത്യമായിട്ട് മാസത്തിൽ നമ്മൾ ആചരിച്ച് വരും. ഇവിടെ കഴിക്കുന്നത് 100 പാലും കഴിക്കുന്നുണ്ട്, അതുപോലെ ആയില്യ പൂജ കഴിക്കുന്നുണ്ട്, ഭാഗ്യസൂക്തം കഴിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള തകർച്ചകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബിസിനസ്സിൽ മുന്നേറാനായിട്ടുള്ള പൂജകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുടുംബാരോഗ്യത്തിനുള്ള പൂജകളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർ പേര് നക്ഷത്രമൊക്കെ തരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പൂജകൾ മാസം തോറും കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്. ഓക്കെ.